അപ്പോൾ ഇങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ഒരു മൂഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഹോണസ്റ്റ്ലി പറയാലോ, ഫസ്റ്റ് ഈ പാട്ട് കേട്ട സമയത്ത് എനിക്ക് ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടായത്. അതായത് ഇതിൻ്റെ ബീറ്റ് ഒരു വഴിക്ക്, ഡാബ്സിയുടെ വോക്കൽ വേറൊരു വഴിക്ക് പോകുന്നു. ചേട്ടാ ഇതെന്താ ഇങ്ങനെ, ലിറിക്സ് അത്ര ക്ലിയർ അല്ല എന്നുള്ളത് എനിക്കും പേഴ്സണലി ഫീലായി. അപ്പോൾ ഞാൻ കേട്ടത് ടാബിലായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ ലേറ്റർ ഓൺ ഫോണിലൊന്നുകൂടി, ടാബിലെ സൗണ്ട് കുറച്ചൊരു സീനായതുകൊണ്ട് ഞാൻ അഗൈൻ ഫോണിലൊന്നുകൂടി കേട്ടു. ഇന്നിപ്പോൾ ഞാൻ കാറിലൊന്ന് പ്ലേ ചെയ്ത സമയത്ത് എനിക്കത് അത്ര മോശമായിട്ട് പേഴ്സണലി ഫീൽ ആയില്ല. എനിക്ക് തോന്നിയടാ വലിയ മോശമുണ്ടോ? ഇല്ലല്ലോ. ആണോ? ഫ്രണ്ട് പറയുന്നുണ്ട് വലിയ മോശം ഇല്ല എന്ന് പറയുന്നത്. കാരണം എനിക്കും തോന്നി ഇതിൽ ലൗഡായിട്ട് കാറിലെ സ്പീക്കേഴ്സിൽ വെച്ച സമയത്ത് അത് വലിയ മോശമുള്ള സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയില്ല. കുറച്ച് ലൗഡ് ആയതുകൊണ്ട് ഈ ചിലമ്പലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത ഒരു തരം ആ വോക്കലിനെ കൊടുത്തിട്ടുള്ള ഒരു BGM സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓക്കെ. അപ്പൊ എല്ലാവരും തിയേറ്ററിനകത്തേക്ക് കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ സംഭവം അടിപൊളിയായിട്ട് നമുക്ക് ഡാപ്സിയുടെ വോയിസ് നമുക്ക് എൻജോയ് ചെയ്യാം എന്നാണ് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് അതിന്റെ ഈ കമന്റ് വരുന്നത് ട്രോളിക്കൊണ്ട് സീക്രട്ട് ഏജന്റിന്റെ. അതായത് പുള്ളിയും കാറും കൂടെ ഒരു അഗാധമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. അപ്പൊ ആ ഒരു ബന്ധത്തിന് ഊട്ടി ഉറപ്പിക്കുന്ന രീതിക്കുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഡാപ്സി അതേപോലെ മാർക്കോന്റെ മ്യൂസിക് അവർ ഫസ്റ്റ് ഇറക്കിയിട്ടുള്ള ആ ഒരു സിംഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലഡ് എന്ന് പറഞ്ഞ അവർ പുറത്തിറക്കിയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വിവാദം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇവർ ഡാപ്സിനെ കൊണ്ട് പാടിക്കുന്നു ഈ ഒരു ഫസ്റ്റത്തെ സിംഗിളിനകത്ത്. എന്നിട്ട് പാടിച്ചിട്ട് ഇവർ ആദ്യം ഇറക്കിയ ആ ഒരു BGM അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സിംഗിൾ ആദ്യം തന്നെ വയലൻസ് കൂടുതലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് അങ്ങ് എടുത്ത് കളയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരത് റീഅപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് എല്ലാവരും ഒന്ന് മര്യാദക്ക് കാണുന്നത്. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഈ സംഭവം ഇഷ്ടപ്പെട്ടില്ല. ഡാപ്സിയുടെ ആ ഒരു വോയിസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു പാട്ടിനകത്ത്. എന്നും പറഞ്ഞിട്ട് ഡാപ്സി ഒരു മോശം സിംഗറാണെന്നോ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷെ ഡാപ്സിയുടെ ആ ഒരു വോയിസ് അതിനകത്തൊന്നും മാച്ച് ആവാത്ത പോലെ എനിക്ക് തോന്നി. ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ രവി ബസൂറിന്റെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി മ്യൂസിക്കാണ് അതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷേ ഈ ഡാപ്സിയുടെ വോക്കൽ അതിനകത്ത് മാച്ച് ആവുന്നില്ല. അപ്പൊ ഈ ഒരു വിഷയം നമ്മുടെ ഉണ്ണിമൂന്തനും അതേപോലെ പ്രൊഡക്ഷൻ ടീം എന്ന് പറഞ്ഞാൽ ഉണ്ണിമൂന്തനാണല്ലോ പ്രൊഡക്ഷൻ ടീം. അപ്പൊ അവരെല്ലാരും കൂടെ മാർക്കോന്റെ ടീം തന്നെ ഈ ഒരു ഡാപ്സിയുടെ വോയിസ് അങ്ങ് മാറ്റിയിട്ട് സന്തോഷ് വെങ്കി, അതായത് നമ്മുടെ KGF-നകത്തൊക്കെ പാടിയിട്ടുള്ള സന്തോഷ് വെങ്കിയുടെ മ്യൂസിക് അതിനകത്ത്, സന്തോഷ് വെങ്കിയുടെ വോയിസ് അതിനകത്ത് ആഡ് ചെയ്ത് അപ്പൊ പുള്ളിക്കാരൻ പാടിയപ്പോഴത്തേക്ക് ആ സംഭവം സെറ്റായി. ഇപ്പൊ ആ BGM കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. അത് മുന്നത്തേനേക്കാളും ഭയങ്കര രീതിക്ക് ബെറ്റർ ആയിട്ടാണ് ഇപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ തോന്നുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു വിഷയത്തിനകത്ത് ഇപ്പൊ ഡാപ്സിയുടെ അത് മാറ്റി എന്ന് പറയുമ്പോഴും നമ്മൾ എന്താണ് ഇപ്പൊ നമ്മൾ ഫൈനലായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഔട്ട്പുട്ട് എങ്ങനെയാണ്, ഒരു സിനിമയുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ്. അപ്പൊ ആ ഒരു ഔട്ട്പുട്ടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഓഡിയൻസ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് ചെയ്യാനായിട്ടൊരു പ്രൊഡക്ഷൻ ടീമും കാര്യങ്ങളൊക്കെ റെഡി ആണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഇത്രയും നെഗറ്റിവിറ്റി പറയേണ്ടതൊന്നും കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഡാപ്സിനെ പോലുള്ള ആളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മോശം, അതായത് ഇപ്പൊ പുള്ളിക്കാരനെ മാത്രം തെറ്റായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. കാര്യം ഇത് നോക്കണമെങ്കിൽ ഇത് ആ ഒരു മിക്സിങ്ങിന്റെയും കാര്യങ്ങളിലേക്ക് എന്തോ പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. അതിന്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള എന്തോ ഒരു വിഷയമായിട്ടാണ് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഡാപ്സിനെ മാത്രം നമുക്ക് ഈ ഒരു വിഷയത്തിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതിനകത്തൊക്കെ ഭയങ്കര രീതിക്കുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. ഡാപ്സി ഭയങ്കര മോശമാണ് ഈ ഒരു പാട്ടിനകത്ത്, ഡാപ്സിയുടെ അലർച്ചയാണെന്ന്. ഇതിനകത്ത് അലർച്ച പോലെയൊക്കെ എനിക്ക് തോന്നി പലപ്പോഴായിട്ട്. ഇപ്പൊ ഡാപ്സിക്ക് അല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ വിവാദങ്ങളുണ്ട്. അതിന്റെ കൂടെ ഒരു വിവാദം കൂടെ ആയിട്ടാണ് ഈ ഒരു വിഷയം തോന്നിയത്. അപ്പൊ എനിക്ക് എത്രയാണ് പറയാനുള്ളത് ഇതിനകത്ത്. ഇപ്പൊ പ്രൊഡക്ഷൻ ടീം ചെയ്തത് ഒരിക്കലും നമുക്ക് മോശം കാര്യമൊന്നും പറയാൻ പറ്റില്ല. അവർ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഡാപ്സിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് മറ്റേ രണ്ട് സൈഡിനകത്ത് നമുക്ക് ഒരു പ്രശ്നങ്ങൾ തോന്നും. കാര്യം ഇപ്പൊ ഡാപ്സിയുടെ സൈഡിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഡാപ്സിനെ വിളിച്ചു വരുത്തി ഇപ്പൊ ഉക്കാനായിട്ട് ഇട്ട് കൊടുത്ത പോലെ തോന്നും. അതേപോലെ ഇപ്പൊ പ്രൊഡക്ഷൻ ടീമിന്റെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും അവർ ചെയ്തത് അവരെയും തെറ്റു പറയാൻ പറ്റില്ല, ഡാപ്സിനും തെറ്റു പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഈ ഒരു വിഷയം ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങളിങ്ങനെ മാർക്കോന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഞാൻ എന്തായാലും കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വയലന്റ് മൂവി എന്നൊക്കെയല്ലേ അവർ പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കമന്റ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടിട്ട്